ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഏതെങ്കിലും ഒരു മാറ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അഗ്രിമെൻറ്റോ ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റർ സൈലൻ്റ് ആണ് എന്ന സാഹചര്യത്തിൽ എന്ത് നിയമങ്ങളാണ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണ് ചില മാറ്ററുകളുടെ വിഷയങ്ങളിൽ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാവില്ല. ഇത്തരം സാഹചര്യങ്ങൾ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്താണോ പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആവും. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പ്രോഫിറ്റ് ഓർ ലോസ് ഷെയറിങ്. പ്രോഫിറ്റും ലോസും എങ്ങനെ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തത്. പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യേണ്ടത് ഈക്വലി ഷെയർ ചെയ്യണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അവരെത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, പരിഗണിക്കേണ്ടതില്ല. അവരെത്ര ക്യാപിറ്റൽ, രണ്ടുപേരും വ്യത്യസ്ത രീതിയിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അവർക്ക് കൃത്യമായിട്ട് ഈക്വലി ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, ഒരാൾ 5 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, വേറൊരാൾ 10 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. എങ്ങനെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ച് റേഷ്യോ ഒന്നും പറയുന്നില്ല എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഡീഡിൽ ക്യാപിറ്റൽ ഏത് രീതിയിൽ ഷെയർ ചെയ്യണം എന്ന് പറയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈക്വലി ഷെയർ ചെയ്യും. ഒരാൾ 10 ലക്ഷം കൊണ്ടുവന്നു, ഒരാൾ 5 ലക്ഷം കൊണ്ടുവന്നു. ഇതൊന്നും നമുക്ക് എന്തല്ല കാരണമല്ല അവർക്ക് ക്യാപിറ്റലിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ അതേ റേഷ്യോയിൽ കൊടുക്കണം എന്ന് പറയുന്നതിന്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ അതേ റേഷ്യോയിലാണ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഈക്വലി ആണ് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ രണ്ടാമത്തെ റൂൾ എന്താണെന്നുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം പാർട്ട്നേഴ്സിന് എന്തില്ല, അവരുടെ ക്യാപിറ്റലിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടൂല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന് അവർ അർഹരല്ല എന്നുള്ളതാണ്. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പോലും ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് കൊടുക്കുള്ളൂ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതിനി ഏതാണെങ്കിലും പാർട്ട്നേഴ്സിന് സാലറി ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ട്നേഴ്സിന് സാലറി എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. ഇത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒക്കെ ഉപകാരം വരും. ഇനി മൂന്നാമത്തെ നിയമമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിന്നും പിൻവലിക്കുന്ന എമൗണ്ടിൻ്റെ മേലിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ചാർജ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അങ്ങനെ ഒരു മാറ്ററും ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിലുള്ള കേസല്ലേ. അത്തരം സന്ദർഭങ്ങളിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ചാർജ് ചെയ്യാൻ പാടില്ല. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോണ്. ഒരു പാർട്ട്ണർ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്തെങ്കിലും ലോണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരു പാർട്ട്ണർ വല്ല ലോണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന് എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ലഭിക്കും എന്നുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് അനുസരിച്ച്. അല്ല, പാർട്ട്ണർഷിപ്പ് ഡീഡ് അങ്ങനെ ഒരു നിയമം പറയുന്നില്ലെങ്കിലോ, അതാണല്ലോ നമ്മുടെ ഡിസ്കഷൻ. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ 6%, ഒരു വർഷത്തിൽ 6% ഇൻട്രസ്റ്റ് ലഭിക്കും. ഇത് ഫേമിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിലും ശരി. അതായത് ബിസിനസ്സിന് പ്രോഫിറ്റ്
ഇല്ലാത്ത സാഹചര്യങ്ങളിൽ സാലറി കൊടുക്കണം എന്നില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം എന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ലോണിന് കൊടുത്തേ മതിയാകൂ. അടുത്തത് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് സാലറി പോലെ എന്തെങ്കിലും റെമ്യൂണറേഷൻ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പാർട്ട്നേഴ്സിന് വല്ല സാലറിയോ റെമ്യൂണറേഷനോ കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കൊടുക്കാവുന്നതാണ്. എന്നാൽ ഡീഡിലൊന്നും പറയുന്നില്ല. ആ ഒരു സാഹചര്യമാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ പാർട്ട്നേഴ്സിന് ഒരു റെമ്യൂണറേഷനും എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. ഓക്കെ. ഇതോടുകൂടെ ഡീഡ് എന്തെങ്കിലും മാറ്ററുമായിട്ട് സൈലൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ നിയമങ്ങൾ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് പാർട്ട്ണർഷിപ്പിൽ എന്തൊക്കെ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പാർട്ട്ണർഷിപ്പിലെ സ്പെഷ്യൽ അല്ലാത്ത ട്രാൻസാക്ഷൻ എന്താ? അത് മറ്റെല്ലാ ബിസിനസ്സിലും ഉണ്ടാവുന്ന സാധാരണ ട്രാൻസാക്ഷൻസ്, സെയിൽ ഓഫ് ഗുഡ്സ് പോലത്തെ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ പഠിക്കാൻ പോകുന്നത് പുതുതായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം, പാർട്ട്നേഴ്സിന് എങ്ങനെ ബിസിനസ്സിൽ അഡ്മിറ്റ് ചെയ്യാം, പാർട്ട്നേഴ്സ് എങ്ങനെ റിട്ടയർ ചെയ്യും, പാർട്ട്ണർഷിപ്പ് ഫേം എങ്ങനെ ഡിസോൾവ് ചെയ്ത് പിരിച്ചു വിടും, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആസ്പെക്ട്സ് നമുക്കൊന്ന് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതിന് നമുക്ക് വ്യത്യസ്തമായ മെത്തേഡുകളുണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, അതുപോലെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് സെപ്പറേറ്റ് പഠിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് വിശദീകരിക്കുന്നത്. രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എമംഗ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ് പ്രോഫിറ്റും ലോസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ റോങ് അപ്ലിക്കേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ വർഷങ്ങളിൽ എന്തെങ്കിലും റോങ് ആയിട്ട് പ്രോഫിറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വർഷങ്ങളിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റോങ് ആയിട്ട് പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് വിതരണം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വീതിച്ച് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. നാലാമത്തെ റീകൺസ്ട്രക്ഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് പോലത്തെ റീകൺസ്ട്രക്ഷൻ എങ്ങനെ നടത്തുക എന്നുള്ളതാണ് അടുത്ത പോയിൻ്റ്. റീകൺസ്ട്രക്ഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമുകൾ എങ്ങനെ റീകൺസ്ട്രക്ഷൻ നടത്തും, അതിൽ അഡ്മിഷൻ എങ്ങനെ നടത്തും, റിട്ടയർമെൻറ്റ് എങ്ങനെ നടത്തും, അതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കബിൾ ആയിട്ടുള്ള അക്കൗണ്ട്സ് എങ്ങനെ ക്ലിയർ ചെയ്യുക, ഗുഡ് വില്ലിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെ, സാക്രിഫൈസിങ് റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ ഏരിയ മുതൽ നമ്മൾ അടുത്ത ടോപ്പിക്കാണ്, അടുത്ത ചാപ്റ്ററുകളിലായിട്ടാണ് ഓരോന്ന് പഠിക്കുക. അഞ്ചാമത്തത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. അതും വേറൊരു ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കുക. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് നമ്മൾ പിരിച്ചു വിടുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ 3 ടോപ്പിക്ക് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് കവർ ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ ടോപ്പിക്ക് വ്യത്യസ്തമായ 2 ചാപ്റ്ററിലാണ് കവർ ചെയ്യുക. അഞ്ചാമത്തെ ടോപ്പിക്ക് വേറൊരു ചാപ്റ്ററിലുമാണ് കവർ ചെയ്യുക. അതാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തമാണ് ഇനി ഈ പാർട്ട്ണർഷിപ്പിൻ്റെ സ്പെഷ്യൽ ആസ്പെക്റ്റുകളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി ടോപ്പിക്കുകളുമായിട്ട് മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സുമായിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ടൊക്കെ നാളെ നമുക്ക് വരാം. ഗുഡ് ബൈ.